ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാൻ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയുടെ അർബൻ സ്പോട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് സൈക്കിളാണ്. ഇത് മറ്റ് ഇലക്ട്രിക് സൈക്കിളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് മറ്റ് ബ്രാൻഡുകളുടെ ഇലക്ട്രിക് സൈക്കിൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പിടി മുന്നിലാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. 20 ഇഞ്ച് ടയർ സൈസോട് കൂടിയിട്ടാണ് ഈ സൈക്കിൾ വരുന്നത്. അത് മാത്രമല്ല, ഷിമാനോയുടെ 7 സ്പീഡ് ഗിയർ ഫിറ്റഡ് ആണ് ഈ സൈക്കിൾ. ഇലക്ട്രിക്കൽ കമ്പോണൻസിലേക്ക് വരുമ്പോൾ 250 വാട്ട്സിൻ്റെ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 7.5 AH ബാറ്ററി കപ്പാസിറ്റി നൽകുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് 5 സ്പീഡ് പവർ കൺട്രോളിംഗ് യൂണിറ്റ് ഇതിനകത്താണ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മോഡ്സിൽ നമുക്ക് പവർ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ടോട്ടലി നമ്മൾ പറയുമ്പോഴത്തേനും ഇലക്ട്രിക്കലി നമുക്ക് 5 കൺട്രോളിങ്സ് ഉണ്ട്, മെക്കാനിക്കലി 7 സ്പീഡ് കൺട്രോളിംഗ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 7x5 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമുക്ക് ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ഇലക്ട്രിക് സൈക്കിൾസിലും ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും. എന്നാൽ ബാക്കിലായിട്ടൊരു ടെയിൽ ലാമ്പ് നൽകിയിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ഒരു മോഡലിനകത്ത് ഒരു ടെയിൽ ലാമ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ബാറ്ററി നമുക്ക് റിമൂവബിൾ ആണ്, ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് നമുക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ബാറ്ററി പായ്ക്കാണത്. അത് മാത്രമല്ല, അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണുള്ളത്. മറ്റ് ഇലക്ട്രിക് സൈക്കിളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ബാറ്ററി പായ്ക്കിൽ തന്നെ ഒരു പവർ ഓൺ പവർ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ആ ഒരു ബട്ടൺ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്ന പവർ ബട്ടൺ കൂടി യൂസ് ചെയ്ത് അത് ലോങ് പ്രസ് കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ സൈക്കിൾ ഓൺ ആവുക. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ യൂണിറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന 2 ചിഹ്നങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മോഡ് സെലക്ടറാണ്. നമുക്ക് 5 മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. 1 to 5 ആ ഒരു ഏതെങ്കിലും 1നും 5നും ഇടയ്ക്കുള്ള ഏതെങ്കിലും മോഡ് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മോട്ടറിലേക്ക് ഇതിൻ്റെ പവർ കിട്ടുക. അതല്ലാണ്ട് 0 എന്ന് പറയുന്ന മോഡിലിടുമ്പം നമ്മുടെ നോർമൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്ന പോലെ പോകാനായിട്ടാണ് നമുക്ക് സാധിക്കുക. അതിനകത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുകയോ അല്ലെങ്കിൽ പെഡൽ അസിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യില്ല. ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്ന പ്ലസ് ചിഹ്നത്തിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആവുക. അത്യാവശ്യം നല്ല ലൈറ്റുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ബാക്കിലത്തെ ലൈറ്റ് ആയാലും ശരി, ഫ്രണ്ടിലത്തെ ലൈറ്റ് ആയാലും ശരി, നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അലുമിനിയം പെഡൽസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡുകൾ, സൈഡ് സ്റ്റാൻഡ്, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് എന്നീ ഫീച്ചേഴ്സൊക്കെ ബേസിക്കായിട്ട് ഇതിനകത്തുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ സൈക്കിളിലൊക്കെ റൈറ്റ് സൈഡിലാണ് ആക്സിലറേറ്റർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ആക്സിലറേറ്റർ വരിക. അത് നമ്മുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് 1 എന്ന് പറയുന്ന മോഡാണ് ഏറ്റവും പവർ കുറഞ്ഞ മോഡ്. 5ലേക്ക് പോകുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ പവർ നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ സൈസ് ചെറുതായതുകൊണ്ടും പിന്നെ ഇതിനകത്ത് ഉള്ള മോട്ടറിന് ടോർക്ക് കൂടുതലായതുകൊണ്ടും നമുക്ക് മറ്റ് ഇലക്ട്രിക് സൈക്കിളിനേക്കാളും കുറേയും കൂടി റെസ്പോൺസ് ഈ ഒരു സൈക്കിൾ നമുക്ക് നൽകുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പേഴ്സണലി ഞാൻ ഇലക്ട്രിക് സൈക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ഒരു പവർ ഔട്ട്പുട്ടിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. വാൻ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണെങ്കിൽ കൂടിയും ഈ ഒരു സൈക്കിളിൻ്റെ ഡിസൈനിങ്ങും എൻജിനീയറിങ്ങും നടത്തിയിരിക്കുന്നത് ബെനലി ഇറ്റലിയാണ്. അപ്പോൾ അതിൻ്റെ ബാഡ്ജിങ്ങുകളൊക്കെ നമുക്ക് ഈ സൈക്കിളിൻ്റെ പല ഭാഗത്തുമായിട്ട് കാണാം. ഈ ഒരു ബ്രാൻഡിനെക്കുറിച്ചും ഈ ഒരു സൈക്കിളിനെക്കുറിച്ചും പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, നമുക്കിത് വിദേശത്തൊക്കെ കണ്ടുവരുന്ന ഒരു തരം സൈക്കിളാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസ് കുറവാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൊക്കം തീരെ കുറഞ്ഞവർക്കും അതുപോലെ തന്നെ നല്ല പൊക്കമുള്ളവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ സൈക്കിളിന് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സർവീസ്.
നമുക്ക് എന്തെങ്കിലും ഓൺ സ്പോട്ട് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അത് മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിൽ ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നവംബർ വരെ ഒരു ഓഫർ നിലവിലുണ്ട്. ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്.